നമ്മുടെ കേന്ദ്ര സർക്കാർ രാജ്യത്തിന് ഏറെ സഹായകമാകുന്ന നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി (NSS) എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സുരക്ഷാ സേനയിൽ നിന്ന് റിട്ടയർഡ് ആയ ആളുകളെ, അതായത് കായികക്ഷമതയുള്ള ഇപ്പോൾ വീണ്ടും സേനയ്ക്കായി അല്ലെങ്കിൽ രാജ്യത്തിനായി ജോലി ചെയ്യാൻ സന്നദ്ധതയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഈ നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി വരാൻ പോകുന്നത്. അപ്പോൾ രാജ്യം സേനയെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സെക്യൂരിറ്റി സിസ്റ്റത്തെ കൂടുതൽ വിപുലീകരിക്കാനുള്ള ഒരു തീരുമാനമായിട്ട് ഈ പുതിയ പദ്ധതിയെ കാണാൻ സാധിക്കുമോ? ഒപ്പം എന്താണ് യഥാർത്ഥത്തിൽ ഈ NSS? നീതു പറഞ്ഞ ആ ഒരു കാര്യം അതിൻ്റെ ഒരു വളരെ 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 ചെറിയൊരു ഘടകമാണ്. അതായത് പഴയ നമ്മുടെ സേനകളിൽ സർവ് ചെയ്തവരെയൊക്കെ നമ്മൾ വീണ്ടും ഒരു അത്യാവശ്യ ഘട്ടത്തിൽ അല്ലെങ്കിൽ ആവശ്യത്തിന് ഉപകരിക്കുക എന്നുള്ളത്. പക്ഷേ നമ്മുടെ ദേശീയ സുരക്ഷാ തന്ത്രം അല്ലെങ്കിൽ ഒരു പുതിയ NSS ജന്മമെടുക്കമാണ്. അതായത് നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി. അത് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യക്ക് വിവിധ വകുപ്പുകളുണ്ട്. ഉദാഹരണത്തിന് രാജ്യരക്ഷാ മന്ത്രാലയം, അതായത് നമ്മുടെ പുറത്തുള്ള, അതായത് സേനകളുടെ കാര്യം നോക്കുന്നു. അതുപോലെ തന്നെ ആഭ്യന്തര മന്ത്രാലയം എന്ന് പറയും. ആഭ്യന്തര സുരക്ഷാ മന്ത്രാലയം എന്ന് പറയുന്നത് നമുക്ക് അകത്തുള്ള പോലീസ്, അതുമായിട്ടുള്ളത്. അതുപോലെ തന്നെ വിദേശ കാര്യ മന്ത്രാലയമുണ്ട്, രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ. ഇവർക്കെല്ലാം സ്വന്തമായ, ഇതെല്ലാം സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒരുപക്ഷെ നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ ഇതിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുമെങ്കിലും ഇവയ്ക്കെല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള നയങ്ങളും തന്ത്രങ്ങളുമായിരുന്നു. പക്ഷേ ഇവയ്ക്ക് ഒരു ഏകീകൃതവും അല്ലെങ്കിൽ ഒരു സമഗ്രവുമായ ദേശീയ സുരക്ഷാ തന്ത്രം അല്ലെങ്കിൽ ഒരു നയം നമുക്ക് ഇതുവരെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോ ഈ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്ന ഒരു എല്ലാ മന്ത്രാലയങ്ങളുടെയും ഏജൻസികളുടെയും ഇൻപുട്ട് ചേർത്ത് ഈ നാഷണൽ സെക്രട്ടേറിയറ്റ് ഒരു സമഗ്ര തന്ത്ര രേഖ പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത്. അതാണ് ആക്ച്വലി NSSന്റെ പ്രധാന റെലവൻസ്. ഉദാഹരണത്തിന് അതിനകത്ത് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന മേഖലകൾ പറയുമ്പം ഒരുപക്ഷെ സാധാരണക്കാർക്ക് ഇതിൻ്റെ ഒരു റിലവൻസ് മനസ്സിലാവും. നമുക്കറിയാം, ഈ പാരമ്പര്യ സുരക്ഷ എന്ന് പറയും, അതായത് ട്രഡീഷണൽ സെക്യൂരിറ്റി. എന്താണത്? നമ്മുടെ സൈനിക ശക്തിയുടെ ആധുനീകരണം, അതിർത്തിയിലുള്ള സംരക്ഷണം. ഇപ്പം നമുക്കറിയാം, നമുക്ക് പ്രധാനമായിട്ട് 2 അതിർത്തി രാജ്യങ്ങളായിരുന്നു. ഒന്ന് ചൈന, പാകിസ്ഥാൻ. ഇപ്പൊ ബംഗ്ലാദേശൊക്കെ ഒരുപക്ഷെ നമ്മുടെ ഒരു അത്ര, ബംഗ്ലാദേശ് ഉറപ്പായിട്ടും, ഈവൻ നേപ്പാൾ പോലും നമുക്ക് അത്ര സുഖകരമല്ലാത്ത കാര്യങ്ങൾ. അപ്പൊ അവരുമായിട്ടുള്ള അതിർത്തിയുടെ സംരക്ഷണം. ഭൂട്ടാൻ, നമുക്കറിയാം, ചില വാഹനങ്ങൾ ഇന്ത്യയിലോട്ട് അയച്ചു. കറക്റ്റായിട്ട് നമ്മൾ വളരെ ഫ്രീ ആയിട്ട് വിട്ടിരുന്ന ഒരു രാജ്യമാണ് ഭൂട്ടാൻ. അപ്പൊ ഈ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഇതെല്ലാം പ്രസക്തമാണ്. അതാണ് അതിർത്തി സംരക്ഷണം. 2, ഇതിനകത്തുള്ള ഒന്നാണ്, ഈ പാരമ്പര്യ സുരക്ഷയിലുള്ള ഒന്നാണ് ഈ ഭീകരവാദം അല്ലെങ്കിൽ ക്രോസ് ബോർഡർ ഇൻഫിൽട്രേഷൻ എന്ന് പറയും. അതായത് നമ്മുടെ തീവ്രവാദികൾ അല്ലെങ്കിൽ രാജ്യത്തെ വിരുദ്ധ ശക്തികൾ നമ്മുടെ ബോർഡറിനുള്ളിലോട്ട് കടന്നു വന്ന് ഇവിടെ ആക്രമിക്കുക. ഇതുപോലെ തന്നെയാണ് ഇന്റേണൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത്, അതായത് ആഭ്യന്തര സുരക്ഷ. എന്താണത്? നമുക്കറിയാം, മാവോയിസ്റ്റ്, നക്സലൈറ്റ് വെല്ലുവിളികൾ, ധാരാളം മാവോയിസ്റ്റുകൾ കീഴടങ്ങുന്നുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഇൻസർജൻസി എന്ന് പറയും, അതായത് നമ്മുടെ വിധ്വംസക പ്രവർത്തനം എന്ന് പറയും, അതും ഒരു വലിയ പ്രശ്നമാണ്. അതുപോലെ തന്നെ രാജ്യത്തിനകത്ത സാമൂഹിക സംഘർഷങ്ങൾ, അതിർത്തി പ്രദേശങ്ങളിലുള്ള ലോ ആൻഡ് ഓർഡർ, ഇതെല്ലാം വളരെ പ്രസക്തമാണ്. അതാണ് ഈ ആഭ്യന്തര സുരക്ഷ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതൊക്കെ ഒരുപക്ഷെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അടുത്തൊരു പ്രധാനപ്പെട്ട ഏരിയ, ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമായ ഒന്നാണ് സൈബർ സുരക്ഷ. അതായത് നമുക്കറിയാം, ഡിജിറ്റൽ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ആക്രമണങ്ങൾ. നമ്മുടെ UPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് അത്ര എക്സ്റ്റെൻസീവ് ആയിട്ട് നിന്ന് നമുക്ക് മീൻ കച്ചവടക്കാരനായാലും മലക്കറി കച്ചവടക്കാരനായാലും ചെറിയ സംഭാവനകൾ പോലും പിരിക്കാൻ വരുന്നവര് ഇതിലാണ് വരുന്നത്. ഇപ്പൊ നമ്മുടെ ഊബറിലായാലും ശരി, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇത് കൊണ്ടുതരുന്ന സാധനങ്ങൾ കൊണ്ടുവരുന്ന സൊമാറ്റോ, സ്വിഗ്ഗിയൊക്കെ എടുക്കുകയാണെങ്കിൽ അവർക്ക് കാശ് വേണ്ട. അവർക്ക് ഈ ഡിജിറ്റൽ ഇന്ത്യ ആ ലെവലിലോട്ട് വളർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആക്രമണങ്ങൾ ഒരു യുദ്ധസമയത്തോ അല്ലെങ്കിൽ ഒരു ശത്രു രാജ്യമോ ഉണ്ടാകുകയാണെങ്കിൽ അത് തടയുക. അതുപോലെ തന്നെ നമ്മുടെ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എന്ന് പറയും, അതായത് ഉദാഹരണത്തിന് നമ്മുടെ വൈദ്യുതി ഗ്രിഡുകൾ, ബാങ്കിങ്, ടെലികോം, ഇവരുടെയൊക്കെ സംരക്ഷണം എന്ന് പറയുന്നത് ഡിജിറ്റൽ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുപോലെ തന്നെ ഇന്ത്യക്ക് വളരെ പ്രസക്തമായ ഒന്നാണ് ഫേക്ക് ന്യൂസ്, അതായത് തെറ്റായ വ്യാജ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ വഴി പ്രചരിപ്പിക്കുക, മിസ്ഇൻഫോർമേഷൻ എന്ന് പറയും. അതുപോലെ തന്നെ പ്രൊപ്പഗാൻഡ, ഏതെങ്കിലും ഒരു വിധത്തിൽ രാജ്യത്തിന് ദോഷകരമായി ബാധിക്കാവുന്ന തെറ്റായ പ്രൊപ്പഗാൻഡ,
ശക്തമായി വരിക, ഇതൊക്കെ ഉള്ള ഒരു ഇന്നത്തെ യുദ്ധതന്ത്രങ്ങളിൽ പെടുന്നതാണ്. അപ്പൊ അവയെ കുറിച്ചിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ സൈബർ സുരക്ഷ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടാണ് സാമ്പത്തിക സുരക്ഷ. ഉദാഹരണത്തിന് നമുക്ക് രാജ്യത്തിന്റെ ഡിഫൻസിനോ അല്ലെങ്കിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ചില സാധനങ്ങൾ അതിന്റെ സപ്ലൈ ചെയിൻ എന്ന് പറയും, അതിനുള്ള റെസിലിയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആരെങ്കിലും അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കിയാലും നമ്മൾ അതിൽ നിന്ന് സർവൈവ് ചെയ്യാം. ഉദാഹരണത്തിന് സെമി കണ്ടക്ടേഴ്സ്, അല്ലെങ്കിൽ ഡിഫൻസിന്റെ എക്യുപ്മെന്റ്സ്, പാർട്സ്, അതുപോലെ തന്നെ ഫാർമ. ഈ ഒരു രാജ്യത്ത് മരുന്നുകൾ പോലും യുദ്ധസമയത്തും ആഭ്യന്തര സുരക്ഷയ്ക്കും വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ നമ്മുടെ എനർജി സെക്യൂരിറ്റി, ഫുഡ് സെക്യൂരിറ്റി, അതായത് ഊർജ സംരക്ഷണം, ഊർജത്തിന്റെ സുരക്ഷ, ആഹാരത്തിന്റെ സുരക്ഷ, അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ നമുക്കിപ്പോൾ അമേരിക്കയൊക്കെ ചെയ്യുന്നത് പോലെ എക്കണോമിക് കോഷൻ എന്ന് പറയും, അതായത് സാമ്പത്തികമായി ഞെരുക്കുക, സാമ്പത്തികമായി ഭീഷണിപ്പെടുത്തുക. ഉദാഹരണത്തിന് ഈ നേരത്തെ പറഞ്ഞ പോലെ സാങ്ഷൻ, താരിഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വ്യാപാരം, ട്രേഡ് വെപ്പണൈസേഷൻ എന്നാണ് അതിന് കറക്റ്റായിട്ട് പറയുക. അതായത് നമ്മുടെ ഒരു താരിഫിനെയും അല്ലെങ്കിൽ വ്യാപാരത്തെയും ഒരു യുദ്ധതന്ത്രമായിട്ട് അല്ലെങ്കിൽ ഒരു ആയുധമായിട്ട് ഉപയോഗിക്കുക, അതിനെ തടയാനുള്ള മാർഗങ്ങൾ. അതുപോലെ തന്നെയാണ് കാലാവസ്ഥയും ഈ പരിസ്ഥിതി സുരക്ഷയും, ഈ ക്ലൈമറ്റ് ആൻഡ് എൻവയോൺമെന്റൽ സെക്യൂരിറ്റി എന്ന് പറയും. അതായത് ക്ലൈമറ്റ് ചേഞ്ച് നമുക്കറിയാൻ പറ്റില്ല, ഇന്നത്തെ കാലത്ത് അതുപോലും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും ഒരു രാജ്യത്തിന്റെ ക്ലൈമറ്റ് മാറ്റങ്ങൾ. അതുപോലെ തന്നെ ജലസുരക്ഷ, നമുക്കറിയാം ഇപ്പൊ പാകിസ്ഥാൻ ഉണ്ടായിട്ടുള്ള ഒരു ജലസുരക്ഷാ ഇഷ്യൂ ഉള്ളു. അതുപോലെ നമുക്കും ഉണ്ട് ഇൻഡസിന്റെ പ്രശ്നം, ബ്രഹ്മപുത്രയുടെ പ്രശ്നം, നമ്മുടെ ഗ്ലേഷ്യർ, അതായത് മഞ്ഞ് മലകളെ ഉരുക്കിയാൽ പ്രശ്നമുണ്ടാക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയും, അതായത് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കുകയോ ഉണ്ടായി കഴിയുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കാതിരിക്കുക, അങ്ങനെ ഒരെണ്ണം വന്നാൽ അതിനെ കൈകാര്യം ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടുകെട്ടുകൾ, നമ്മൾ ആരുമായിട്ട്, ഏതൊക്കെ രാജ്യങ്ങളുമായിട്ട് എന്തൊക്കെ വിദേശ നയം വേണം, അത് ജിയോ പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, ഡിപ്ലോമാറ്റിക് സെക്യൂരിറ്റി. അത് തന്നെ നമുക്കറിയാം സൗത്ത് ഏഷ്യയിൽ പ്രധാനമായിട്ട് അതിന്റെ ഒരു നേതൃത്വ സ്ഥാനം, ഇപ്പൊ നേപ്പാൾ ആയിക്കോട്ടെ, ശ്രീലങ്ക ആയിക്കോട്ടെ, മാൽഡീവ്സ്. മറ്റത് മൂന്ന് നമ്മൾ വിട്ടു, അതായത് പാകിസ്ഥാൻ വിട്ടു, ചൈന വിട്ടു, ബംഗ്ലാദേശിനെ വിട്ടു. ഈ മൂന്ന് രാജ്യങ്ങൾ തൽക്കാലം നേപ്പാൾ, ശ്രീലങ്ക, മാൽഡീവ്സ്, ഇവയൊക്കെ നമ്മൾ അതിന്റെ ഒരു നേതൃസ്ഥാനത്ത് നിൽക്കുക എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ്. അതുപോലെ തന്നെ ഇൻഡോ പസഫിക് സ്ട്രാറ്റജി എന്ന് പറയുന്ന ഒരു വലിയ തന്ത്രമുണ്ട്. ക്വാഡ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയ, അമേരിക്ക, ജപ്പാൻ, ഇന്ത്യ. അതുപോലെ തന്നെ ഏഷ്യൻ നയം എന്ന് പറയും, അതായത് നമ്മുടെ മറ്റ് ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം. അതുപോലെ തന്നെ ഇതിനകത്ത് പവർ കോമ്പറ്റീഷൻ, ഇന്ന് അമേരിക്ക, റഷ്യ, ചൈനയുടെ കൂടെ ഉള്ള പവറിന് വേണ്ടിയുള്ള കോമ്പറ്റീഷനിൽ ഇന്ത്യയും പങ്കു ചേർന്ന് കഴിഞ്ഞു എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഇത്രയും പല 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 ബഹുമുഖമായ കാര്യങ്ങളിൽ ഇന്ത്യയുടെ നയം, സെക്യൂരിറ്റി സ്ട്രാറ്റജീസ്, തന്ത്രങ്ങളെല്ലാം പ്രധാനമാണ്. ഇത്രയും നാൾ നമ്മൾ പലതായിട്ട് വിഘടിച്ചാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇതിനെല്ലാം ഒറ്റക്കെട്ടായി ഒരു കുടയ്ക്ക് കീഴിൽ കൊണ്ടുവരാൻ വേണ്ടി നാഷണൽ സെക്യൂരിറ്റി പോളിസി സ്ട്രാറ്റജി എന്ന് പറയുന്ന പുതിയ ഒരു NSS ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിലെ NSS, നായന്മാരുടെ NSS 1, നാഷണൽ സെക്യൂരിറ്റി സർവീസ് എന്ന് പറഞ്ഞ നാഷണൽ സർവീസ് സ്കീം എന്ന് പറഞ്ഞിട്ട് വേറൊരു NSS ഉണ്ടായിരുന്നു. നമ്മുടെ രാജ്യവ്യാപകമായിട്ടുണ്ട്, NSS കോളേജുകളിലൊക്കെ ഉണ്ടല്ലോ. അതുപോലെ ഒരു പുതിയ NSS കൂടെ നമ്മുടെ രാജ്യത്ത് വരികയാണ്. അതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ സംസ്ഥാനവും കേന്ദ്രങ്ങളുമായിട്ടുള്ള ഒരു ഏകോപനം, അതും വളരെ പ്രധാനമാണ്. അതായത് നമുക്കറിയാം നമ്മുടെ കമ്പനികൾക്ക് വിഷൻ ആൻഡ് മിഷൻ എന്ന് പറയും, ഇങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താണ് ഈ വിഷൻ എന്ന് പറയുന്ന? കമ്പനി എങ്ങോട്ട് പോകണം എന്നുള്ളത് ഇതിനകത്ത് തൂപ്പുകാരൻ തുടങ്ങി ഏറ്റവും മേളിലത്തെ CEO വരെ അറിഞ്ഞിരിക്കണം. മിഷൻ എന്ന് പറയുന്നത് ആ വിഷൻ എത്താനുള്ള പോക്കാണ് മിഷൻ. നമ്മുടെ രാജ്യത്തിനും ഒരു വിഷനും മിഷനും ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ രാജ്യം എങ്ങോട്ടാണ് പോകണം എന്നുള്ള ഇവിടുത്തെ ഓരോ പൗരനും ഭരിക്കുന്ന പ്രധാനമന്ത്രിയും ഒരുപോലെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട സങ്കല്പം. അതിന് നമ്മൾ എന്താണ് ചെയ്യുക, അതിന് തടസ്സങ്ങൾ ഉണ്ടായാൽ നമ്മൾ എന്താണ് ചെയ്യുക, അതാണ് ആ മിഷൻ സ്റ്റേറ്റ്മെന്റ്. ഇത് രണ്ടും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വലിയ സമഗ്രമായ ഒരു പദ്ധതിയാണ് ഈ പറഞ്ഞ NSSന്റെ. അപ്പൊ അതുപോലെ തന്നെ അത് നമുക്ക് ഇന്റർ മിനിസ്റ്റീരിയൽ കോപ്പറേഷൻ എന്ന് പറയും. അതായത് ഉദാഹരണത്തിന് ഡിഫൻസ്, ആഭ്യന്തരം, ഫിനാൻസ്, എക്സ്റ്റേണൽ അഫയേഴ്സ്, എൻവയോൺമെന്റ്, IT, ഇവർക്കെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളതിനകത്ത് ഒരു സംശയവും വരാൻ പാടില്ല. അതായത് ഒരു കാര്യം പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവണം, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈ രാജ്യം ഇങ്ങനെ പോകുന്നതിന് വേണ്ടിയാണ്
അപ്പൊ ഇതിനൊക്കെ ഒരു ഏകോപിച്ചിട്ടുള്ള ഒരു നയം, തന്ത്രം, സ്ട്രാറ്റജി അതാണ്. അതുപോലെ തന്നെ ഈ പൊതു സുരക്ഷാ ബോധവൽക്കരണം എന്ന് പറയും. എന്താണെന്നറിയോ? ഈ ഞാൻ നേരത്തെ പറഞ്ഞു ജനങ്ങൾ അറിയാം. അപ്പൊ ജനങ്ങൾ അറിയേണ്ടതും ഉണ്ടാവും, ജനങ്ങൾ അറിയേണ്ടതില്ലാത്ത തന്ത്രങ്ങളും ഉണ്ടാവും. ഇത് ജനത്തിന് അറിയേണ്ട തന്ത്രങ്ങൾ എന്താണ്? നമ്മുടെ രാജ്യം അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഈ രാജ്യം ഓരോന്ന് ചെയ്യുമ്പോൾ നമ്മുടെ ഈ കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങളും അല്ലെങ്കിൽ ഈ ചില വിഡ്ഢികളും പറയും പോലെ ഓരോ പ്രാവശ്യം ഇതിനെ തുരങ്കം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. കാരണം ഇത് നമ്മുടെ രാജ്യത്തിന്റെ നയമാണ്, ഇത് പ്രഖ്യാപിത നയമാണ്. അപ്പൊ അത് ജനത്തിനെ കൂടെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, നമ്മുടെ റിസോഴ്സുകളുണ്ട്, അതായത് നമ്മുടെ വിഭവങ്ങൾ, അവയർക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കുക. മനുഷ്യന്റെ പണം ആയിക്കോട്ടെ, മനുഷ്യന്റെ ശേഷി ആയിക്കോട്ടെ, സാങ്കേതിക വിദ്യ ആയിക്കോട്ടെ, ഇപ്പം എന്തിനു വേണ്ടി ഇതിനെ ഉപയോഗിക്കണം. അത് മാത്രമല്ല, നമ്മുടെ ഇതിനെ സമയബന്ധിതമായി ഈ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ, അല്ലെങ്കിൽ ഇതിനെ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള ചിന്ത. അപ്പൊ ഇതൊക്കെയാണ് ഇത്തരമൊരു തന്ത്രമുണ്ടെങ്കിൽ അതിനെ നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുക. ആ തന്ത്രം അനുസരിച്ചാണോ നമ്മൾ പോകുന്നത്, അതിനെ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ടോ, അങ്ങനെ ഇങ്ങനെ വലിയ വിപുലമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യം ഈ ചൈനയുമായിട്ടും അമേരിക്കയുമായിട്ടും റഷ്യയുമായിട്ടും ഒരു മത്സരത്തിൽ ഉടൻ തന്നെ ഏർപ്പെടേണ്ടി വരും. അത് ഓൾറെഡി ഉണ്ട് എന്നുള്ളതാണ് സത്യം. അങ്ങനെ വേണ്ടി വരുന്ന അവസരത്തിൽ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ജനങ്ങൾക്ക്, രാജ്യത്തിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റ്, ഡിഫൻസിന് ഒക്കെ ഏകീകൃതമായ ഒരു ദിശയും ഒരു ദിശാബോധവും വ്യക്തതയും ദൃശ്യം എന്ന് പറയുന്നതിനാണ് ഞാൻ വിഷൻ എന്ന് ഉദ്ദേശിച്ചത്. ഇന്ന് ഇങ്ങനെ ഒരു നയം ഇന്ത്യക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് നമ്മെ ആക്രമിക്കാൻ എളുപ്പമാണ് പല വിധത്തിൽ. ഞാൻ ഫിസിക്കലായിട്ടുള്ള ആക്രമണമല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായി കഴിയുമ്പം അന്താരാഷ്ട്ര തലത്തിൽ നമ്മുടെ ക്രെഡിബിലിറ്റി എന്ന് പറയും, അത് വല്ലാണ്ട് വർദ്ധിക്കും. മാത്രമല്ല, ഈ നോൺ ട്രഡീഷണൽ ത്രെഡ്സ് എന്ന് പറയും, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ല, ക്ലൈമറ്റ്, സൈബർ സെക്യൂരിറ്റി, അല്ലെങ്കിൽ ഒരു ജൈവ ആയുധം, പാൻഡമിക്, അല്ലെങ്കിൽ ഇതൊക്കെ കൊണ്ടുവരുമ്പം ഇതിവിടെ ഏക്കാൻ പോണില്ല എന്നുള്ളതിന് കൃത്യമായ മെസ്സേജ് നമ്മുടെ ശത്രു രാജ്യങ്ങൾക്കും സൗഹൃദ രാജ്യങ്ങൾക്കും നൽകും. മാത്രമല്ല, പൗരന്മാർക്കും എന്താണ് ഈ സർക്കാർ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവും. ഇതിനകത്ത് ചില അപകടങ്ങളുണ്ട്, അതും കൂടെ ഞാൻ പറയണം, കാരണം അതും ജനങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് എന്ത് പബ്ലിക് ആക്കണം, എന്ത് സീക്രട്ടായിട്ട് വയ്ക്കണം എന്നുള്ളതൊരു വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ നമ്മുടെ ഇങ്ങനൊരു സമഗ്രമായ സംവിധാനം വന്നു കഴിയുമ്പോൾ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിന് ഇതിനെ ദുരുപയോഗം ചെയ്യുവാനുള്ള ഒരു ചെറിയ സാധ്യത അവിടെ കിടപ്പുണ്ട്. പക്ഷെ നമുക്ക് രാജ്യത്തിന്റെ താല്പര്യത്തിന് വേണ്ടി മാത്രം അത് ഉപയോഗിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതും ഞാൻ പറയുമ്പോൾ നമ്മൾ അതെല്ലാം പറയണമല്ലോ. മാത്രമല്ല, ഇന്നത്തെ സംസ്ഥാനങ്ങളും കേന്ദ്രവും തമ്മിലുള്ള കോർഡിനേഷൻ പെർഫെക്റ്റ് ആയില്ലെങ്കിൽ ഇത് ശരിക്കും ഫലവത്താകില്ല. അതുപോലെ തന്നെ ഈ സുരക്ഷയുടെ പേരിൽ പൗരാവകാശങ്ങൾ എവിടം വരെ പോകാം, എവിടെ പോകാൻ പാടില്ല, അല്ലെങ്കിൽ രാജ്യത്തിന്റെ നമ്മുടെ സ്വകാര്യതയ്ക്ക്, ഒരു വ്യക്തിയുടെ, ഒരു പൗരന്റെ സ്വകാര്യതയ്ക്ക് ഭീഷണി വരുമോ, ഇതുമൊക്കെ നമ്മൾ ഇതിന്റെ പുറകിൽ ഇരുന്ന് ആലോചിക്കേണ്ടതാണ്. പക്ഷെ എന്തൊക്കെ തന്നെ ആയാലും ഈ ഒരു രാജ്യത്തിന്, നമ്മുടെ ഇന്ത്യക്ക് ഈ അടുത്ത ലെവലിൽ ഒരു നാഷണൽ സെക്യൂരിറ്റി സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ പ്രസക്തമാണ്. വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന് അങ്ങനെ ഒരു രാജ്യമാണ് ഇസ്രായേൽ. അതുകൊണ്ടാണ് ഇസ്രായേൽ ഇന്ന് മികച്ചു നിൽക്കുന്നത്. ഈ ആരോടും മുട്ടാനുള്ള തൻ്റെ ഇടം അവർക്ക് വരുന്നത് അങ്ങനെ. അപ്പോഴാണ് നേരത്തെ നീത്തു തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ പഴയ ആളുകളെ നമ്മൾ എന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ, പഴയ സൈനികരെ, പഴയ പോലീസിലെ ആളുകളെ, പഴയ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിലെ ആളുകളെ, ഇവരൊക്കെ ഉൾപ്പെടുത്തി, അതായത് രാജ്യത്തൊരു കലാപം ഉണ്ടായാൽ പോലും ഇവരുടെയൊക്കെ സഹായം നമുക്ക് ആവശ്യമാണ്. ഇത്തരം സംവിധാനങ്ങളുടെ, അല്ലെങ്കിൽ ഈ വിവരശേഖരണത്തിന് ഇത്തരം സംവിധാനങ്ങൾ ആവശ്യമാണ്. അപ്പൊ അങ്ങനെ ഒരു വലിയ വിപുലമായ ഒരു പദ്ധതിയാണ്. അത് അടിയന്തരമായി ഇന്ത്യക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ആവശ്യമാണ്. അത് നല്ല രീതിയിൽ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതാണ് നീതു എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.